ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ആളുകളുടെ മെയിൻ പരാതി എന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ക്ലിങ്ങി ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്നൊരു കംപ്ലൈൻറ്റ് അവർ സ്ഥിരമായി പറയുന്നു. അതുകൊണ്ട് തന്നെ എന്നോടൊരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി പ്രകടിപ്പിക്കലോ അതല്ലെങ്കിൽ എന്നെ ചേസ് ചെയ്യുന്നതിലുള്ളൊരു മെൻറ്റാലിറ്റിയോ ഒന്നും തന്നെ കാണുന്നില്ല. എപ്പോഴും ഞാനാണ് അവരുടെ പുറകെ പോകേണ്ടി വരുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്കിതിനെ വളരെ ഹെൽത്തി ആയ രീതിയിൽ ഡീൽ ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവർ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളോട് പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യൂരിയോസിറ്റി അവരിലേക്ക് ലീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ചെറിയ ചെറിയ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു രീതിയിലാണോ നിങ്ങളുടെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ അവരോടുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്നേഹം കാരണം നിങ്ങളെ പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ പിന്നീട് ചെയ്യാം, ആദ്യം അവരുടെ കാര്യം നടക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് അവർക്ക് അവൈലബിൾ ആകാൻ തുടങ്ങും. അത് വളരെ അധികമാവുന്ന സമയത്ത് അവർ നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഫ്രീ ആണ്, അവരെപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കത് ചെയ്തു തരും, അല്ലെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം റിപ്ലൈ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ബിസി ഒന്നും ആയിരിക്കില്ല, അവരോട് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് പ്ലാൻ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പതിയെ അത് മാറി തുടങ്ങും എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവൈലബിൾ ആകുക. പക്ഷേ ഒരു അർജന്റ് ആയിട്ടുള്ള കേസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുത്ത് അതിനുശേഷം മാത്രം അവർക്ക് അവൈലബിൾ ആകാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു മെസ്സേജിന്റെ കേസ് ആണെങ്കിലും ഒരു ഫോൺ കോളിന്റെ കേസ് ആണെങ്കിലും ഒരു മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ അൺലെസ് ഇറ്റ്സ് അർജന്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് ശേഷം മാത്രം അതിന് പ്രയോറിറ്റി കൊടുക്കുക. 2, നിങ്ങൾ എപ്പോഴും അവരെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? കോംപ്ലിമെന്റ് ചെയ്യണം, അവരെ അഭിനന്ദിക്കണം. പക്ഷേ അത് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് അവർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി തോന്നി അല്ലെങ്കിൽ ഓക്കെ അഭിനന്ദിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങൾക്കും കോംപ്ലിമെന്റ് കൊടുത്ത് നിങ്ങളുടെ ഒരു കോംപ്ലിമെന്റിന് അത്ര ഒരു വാല്യൂ കണക്കാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറുക. നിങ്ങളെ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രയും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ എപ്പോൾ എന്ത് ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എന്ത് പറയും, ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ച് പോലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യൂരിയോസിറ്റി അവിടെ ഇല്ല, ലാക്കായിട്ട് കിടക്കുകയാണ്. സോ അത്തരത്തിലൊരു ക്യൂരിയോസിറ്റി ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് കെടുത്തിക്കളയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തി ജെന്യൂൻ ആയിട്ട് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ക്ലിങ്ങി ആയിട്ട് പെരുമാറുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് അവർക്കുണ്ട്, അത് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രയോറിറ്റി നൽകാൻ തുടങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങുക. ഒരു പക്ഷേ പലപ്പോഴും നീ വളരെ ക്ലിങ്ങി ആയിട്ടാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ടാണ് നടക്കുന്നത് അങ്ങനെയൊക്കെ പറയില്ലേ. സോ ആ ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
അത് മാറ്റാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ലൈഫ് കോണ്ടാക്ട് എല്ലാം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കില്ലുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രയോറിറ്റി നൽകാൻ തുടങ്ങുക. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളൊരു ക്ലിങ്ങി ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആ ഒരു ഇമേജ് തന്നെ നിങ്ങൾക്ക് സ്വയം മാറ്റാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു മതിപ്പ് തോന്നാനും ഇത് കാരണമാകും. ബിക്കോസ് നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയി തുടങ്ങി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പറയാതെ തന്നെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം അങ്ങ് വല്ലാണ്ട് ചുരുങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മറ്റുള്ള കാര്യങ്ങൾക്ക്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രയോറിറ്റി നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് ബി സോഷ്യൽ. കുറെ കൂടി സോഷ്യൽ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുക, ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെ സോഷ്യൽ ആവാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ തന്നെ അവരുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരില്ല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, കംഫർട്ടാണ്, ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സോഷ്യൽ ആവുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല, എന്നാലും സോഷ്യൽ ആവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഡാൻസ് ക്ലാസ്സിന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ യോഗ അല്ലെങ്കിൽ ജിമ്മ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി അവിടെ നിന്നും ഫ്രണ്ട്സിനെ ലൈക്ക് റാൻഡം ആയിട്ടായിരിക്കും നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാവുന്നത്. ആ ഒരു ഫ്ലോയിൽ, ലൈഫിൽ ആ ഒരു ഫ്ലോയിൽ ഉണ്ടാവുന്നതായിരിക്കാം. അത് ചില ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യും, ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അതിന് ഇഷ്ടമുള്ള എഫേർട്ട് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ലീവ് ചെയ്യുക. സോ ഇത് ഓപ്ഷനിലാണ്, എന്നാലും മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സോഷ്യൽ ആവുക എന്നുള്ളതാണ്. നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൈലൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങൾ വളരെയധികം ബെഗ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. 1-2 തവണയൊക്കെ ഒരു കാര്യം ആവശ്യപ്പെടുക അല്ലെങ്കിൽ പറയുക. അതിനൊരു വാല്യൂ നൽകാത്ത രീതിയിലൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രതികരണം എന്നുണ്ടെങ്കിൽ സൈലൻസ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് റിമെമ്പർ ചെയ്യുക, എപ്പോഴും നിങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ ബെഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഓവറായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ നീഡായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾ അത്രയും അധികം ബെഗ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ സൈലൻസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും, പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അത് ഇമ്പാക്ട് ചെയ്യുക. സോ സൈലൻസ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ സൈലൻസ് തന്നെ യൂസ് ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ 4 കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളോ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. സോ ആ വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ആ ഒരു നിങ്ങളോട് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ അഫർമേഷൻ വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ചേസിങ് അഫർമേഷൻ എന്നുള്ളത് അയച്ചു കഴിഞ്ഞാൽ അഫർമേഷൻ അയച്ചു തരാം. അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 4മതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇനി 5മത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഫോക്കസ് ഓൺ യു. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഒരു വ്യക്തിക്ക് നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അവരായിട്ട് നമ്മളെ ചേസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ വിസിബിൾ ആയി കാണണം.
എസ്പെഷ്യലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് ആക്ഷൻസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ അതെല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ ബ്യൂട്ടി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖല ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിൽ എന്ത് കാര്യമാണെങ്കിലും ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വിസിബിൾ ആകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ കൂടാനും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തിരികെ വരണം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവരിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ വളരെയധികം ക്ലിങ്ങി ആയിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒട്ടും ചേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പ്രകടിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ അഫർമേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നിക്കുകളോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് ഗൈഡൻസിലേക്ക്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.